കപ്പ 38 രൂപ, ഞാലിപ്പഴം 50 രൂപ, ഏത്തക്ക 50 രൂപ, മത്തങ്ങ 30 രൂപ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ പാറത്തോട്ടിലാണ്. പാറത്തോട്ടിലേക്ക് എത്തുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു നാട്ടുനന്മയുടെ വീണ്ടെടുപ്പാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട്. സർവരോഗ സംഹാരി വരിക വരിക. ഇവിടുത്തെ ഒരു ഞായറാഴ്ച ചന്ത, ഇവിടെ പിതൃവേദി ഒരുക്കുന്നത് ഞായറാഴ്ച ചന്തയാണ്. വളരെ ആവേശോജ്വലമായിട്ട് ഈ ചന്ത മുന്നോട്ട് പോവുകയാണ്. അച്ഛാ നമസ്കാരം. നമസ്കാരം. എത്ര നാളായി തുടങ്ങിയിട്ട്? ഇത് ഡിസംബർ മാസം മുതലേ. എന്താ ഇതിന്റെ ഒരു ആവേശം? ഒരു ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് കർഷകർക്ക് അല്പം കൂടി വില കൂട്ടി കിട്ടുക എന്നുള്ളതാണ്. 1 രൂപയെങ്കിലും അവർക്ക് ചന്തയിൽ കൊടുക്കുന്നതിനേക്കാൾ കൂട്ടി കിട്ടുക. രണ്ടാമത്തെ കാര്യം ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ആളുകൾക്കെല്ലാം അല്പം വില കുറച്ച് കിട്ടുക. മൂന്നാമത്തത് നല്ല ഫ്രഷ് ആയിട്ടുള്ള നാടൻ പച്ചക്കറി ഉൽപ്പന്നങ്ങള് വേറെ എങ്ങും പോകാതെ നമ്മുടെ ആളുകൾക്ക് തന്നെ കിട്ടുക. അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുക. തീർച്ചയായിട്ടും. നാലാമത്തെ കാര്യം ഈ ആളുകളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക. നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ധാരാളം കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെ കൃഷി ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് ഉദ്ദേശം. നമ്മുടെ പിതൃവേദിയും ഇവിടുത്തെ ചേട്ടന്മാരും ഒക്കെ സജീവമായിട്ട് നേതൃത്വം നൽകുന്നു. ആളുകൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ഒരു ഞായറാഴ്ച ഒരു 3 മണിക്കൂർ, രാവിലെ ഒരു 7 മണി മുതൽ ഒരു 10 മണി വരെ. അപ്പൊ ഇതിനുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തലേന്ന് കൊണ്ടുവരും. തലേന്ന് കൊണ്ടുവരും, രാവിലെയും കൊണ്ടുവരും. അപ്പോ ഈ നാട്ടിലുള്ള ഏറ്റവും ജൈവ രീതിയിൽ ഉത്പാദിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട്. അതെ. പ്രത്യേകിച്ച് ഇവിടുത്തെ തക്കാളി കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും നാടൻ തക്കാളി, കാടപ്പട്ട, മത്തങ്ങ, വാഴച്ചുണ്ട്, ഇരുമ്പപ്പുളി എല്ലായിട്ടും. അതേ പിന്നിലേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് നാടൻ ഞാലിപ്പൂര് ഉൾപ്പെടെയുള്ള ഒരുപാട് പഴയ ഏത്തക്കൊല, വാഴപ്പിണ്ടി ഉണ്ട് ഇവിടെ. വാഴപ്പിണ്ടി നമ്മുടെ ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാധനങ്ങൾ കൊടുക്കാനെന്ന് പറഞ്ഞാൽ നല്ല വിലയിൽ കുറവ്, കുറച്ചുകൾ കർഷകന് ഗുണം കിട്ടുന്ന രീതിയിൽ. അതുപോലെ ഇവിടെ ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരണം. ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും ചില കാന്താരിമുളക് വീട്ടിൽ ഉപേക്ഷിക്കപ്പെടുന്ന സാധനം, ചില കപ്പളഞ്ഞായി, അങ്ങനെ ഓരോ സാധനങ്ങളും നമ്മൾ കൂടുതൽ വീട്ടിൽ മുതലോട്ടൊക്കില്ലാത്ത സാധനങ്ങളാണെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കാൻ ഇവിടെ കൊണ്ട് നമുക്ക് കൊടുക്കാനുള്ള ഒരു അവസരം ജനങ്ങൾക്ക് വിലയിൽ കുറച്ച് കിട്ടുന്നു. കുഞ്ഞപ്പൻ, ഇത് വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും ഇത് ഉൽപ്പാദിപ്പിക്കുന്നതിനൊക്കെ ലാഭം കിട്ടുന്ന രീതിയിലുള്ള ഒരു ബിസിനസ്സാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വാങ്ങുന്നതിന് സാധാരണ കിട്ടുന്നതിന് ലാഭം കിട്ടണം, കൊടുക്കുന്നതിന് സാധാരണ കൊടുക്കാൻ പറ്റുന്നതിന് വില കൂടുതൽ കിട്ടണം, ഉൽപ്പാദിപ്പിക്കുന്നതിനും അങ്ങനെ തന്നെ. ആ ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങളിത് നടത്തിയിരിക്കുന്നത്. സെന്റ് ജോർജ് ഫൊറാന ചർച്ചില് ഈ സംരംഭം വളരെ നല്ലൊരു കാര്യമാണ്. കാരണം കർഷകർക്ക് ന്യായമായ വില കിട്ടും. വളരെയധികം അവര് കീടനാശിനികൾ ഉപയോഗിക്കാതെ വീട്ടിൽ നട്ടു വളർത്തുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയാണ് അവരിവിടെ കൊണ്ട് ഇത് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കീടനാശിനികൾ ഇല്ലാത്ത ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ അവർ വിറ്റഴിക്കാനായിട്ട് ഇവിടെ കൊണ്ടിരുന്നു. ഈ നാട്ടിലെ ആളുകൾക്ക് തന്നെ അത് വില കുറച്ച് വാങ്ങാനുള്ള അവസരം കിട്ടുന്ന നല്ല കാര്യമാണ്. ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറെ ഐറ്റങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഇത് കൂട്ട് വന്ന കർഷകർക്ക് കൊടുക്കാനുള്ള കറി മസാലകളാണ്. അതേമാതിരി അച്ചാറ്, വെളിച്ചെണ്ണ, വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെയുണ്ട്. വിലക്കുറവുണ്ട്. നമ്മുടെ തന്നെ സ്പീസിയയുടെ പ്രോഡക്റ്റുകളാണ്. എല്ലാ മസാലപ്പൊടികളുണ്ട്. 10 ഐറ്റം മസാലകളുണ്ട്. അപ്പോൾ ഞായറാഴ്ച ചന്തയിൽ ഇത്തരത്തിലുള്ള മസാലപ്പൊടികൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും. വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള, അച്ചാർ ഉൾപ്പെടെയുള്ള, അല്ലേ? അച്ചാർ ഉൾപ്പെടെ. ഇവിടെ മറ്റൊരു സെക്ഷൻ കാണുന്നുണ്ടല്ലോ. ഇതെന്താ? KCYM-ന്റെ നേതൃത്വത്തില് രൂപതയായിട്ട് സഹകരിച്ച് രൂപതയുടെ ജീവൻജിയും എണ്ണയും വിൽക്കുന്ന സ്റ്റാളാണ്. അതെല്ലാം എല്ലാ ഞായറാഴ്ചകളിലും കുർബാനയ്ക്ക് ശേഷം 280 രൂപയാണ് നമുക്ക് എണ്ണയുടെ വില. അതുപോലെ 150 രൂപയാണ് നമ്മുടെ തേയിലയുടെ വില. വളരെ മികച്ച റെസ്പോൺസ് ആണ് ഇതിന് നമുക്ക് ലഭിക്കുന്നത്. ഇതിവിടെ ഈ സംരംഭം തുടങ്ങിയ പിന്നെ ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഇവിടുത്തെ സാധനങ്ങൾ മേടിക്കാറുണ്ട്. എല്ലാം നല്ല ഗുണമേന്മയുള്ള പച്ചക്കറികളും ബാക്കി കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ലാഭകരമായിട്ട് കിട്ടുന്നുണ്ട്. പുറത്തുനിന്ന് മേടിക്കുന്നേക്കാളും നല്ല സംതൃപ്തരാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ. നല്ല പച്ചക്കറിയല്ലേ, നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇന്ന് പച്ചക്കറികൾ വേറെ പല സാധനം മേടിച്ചിട്ടുണ്ട്. എല്ലാം നല്ല സാധനങ്ങളാണ് മേടിക്കുന്നത്. നല്ല ഹൃദയമാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം എൻ്റെ പേര് സിജോ.
ഞങ്ങളുടെ KCOM അംഗങ്ങള് രൂപതയുടെ എണ്ണയും തേയിലയും പിതൃവേദിയോടനുബന്ധിച്ച് ഇവിടെ പിതൃവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഒരു ചന്തയിൽ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ നടത്തുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ലൊരു സപ്പോർട്ടും കിട്ടുന്നുണ്ട്. നല്ല രീതിയിലാണ് ഇത് മുമ്പോട്ട് പോകുന്നതും. എല്ലാവരും നല്ല സഹകരണവും ഇതിനോട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഒരു റോബർട്ട്, ഞങ്ങൾ ഈ മാർക്കറ്റ് തുടങ്ങിയപ്പോൾ മുതൽ ഞങ്ങൾ വളരെ കാര്യമായിട്ട് സഹകരിക്കുന്ന കുറേ ആളുകളിൽപ്പെട്ടാണ് ഞങ്ങളെല്ലാം. ഞങ്ങൾ റിസ്ക് ഉണ്ട് എങ്കിൽ പോലും വളരെ എല്ലാം കൊണ്ടുവരുമ്പോൾ നമുക്ക് എല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമാണ്. എല്ലാവരും കൊണ്ടുവരുന്നതിനും അത് മാർക്കറ്റ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് മാർക്കറ്റിൽ കൊടുക്കുന്ന വിലയേക്കാളും നമുക്ക് 5 രൂപ താഴ്ത്തി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കിട്ടുന്ന കർഷകർക്കാണല്ലോ 5 രൂപ നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അവർക്ക് സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം.